ഹായ്, ഞങ്ങളിപ്പോൾ ഉള്ളത് ബീച്ചിലാണ് കേട്ടോ. ഞാനും എൻ്റെ അമ്മയും എൻ്റെ ജ്യേഷ്ഠത്തിയും എൻ്റെ മോളും ഞങ്ങൾ നാലാളും കൂടി വന്നത് കേട്ടോ. അപ്പോൾ ഇതാ അവർ നടക്കുക. എൻ്റെ ഉമ്മാനെയാണ് കേട്ടോ മോള് കൂട്ടി പിടിച്ചിട്ടുള്ളത്. അമ്മയും അവളൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു വലിപ്പം പോലെ തന്നെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബീച്ചെത്തി. ഞങ്ങളിങ്ങനെ വെയിലാറിയിട്ട് വരാമെന്നുള്ളൊരു ഇതിലിരിക്കുകയായിരുന്നു. ഇവർക്ക് എന്തോ കടയ്ക്ക് എന്തോ പോകാണ്ട് പറഞ്ഞിട്ട് ഏർത്തി മോളും കൂടി അവിടെ പോയി വന്നതാണ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ആളുണ്ട്. ഞായറാഴ്ച അല്ലേ, ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും ഒരുപാട് പേരുണ്ട് വന്നിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ആദ്യം ഇത്രക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ ബീച്ച് ഉണ്ണിയൽ ബീച്ച് എന്ന് പറയും. പക്ഷേ ഇപ്പോൾ നല്ല സെറ്റപ്പാണ്. സെറ്റപ്പിന് കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് ആൾക്കാരെ കാണാം അത്ര തന്നെ. പിന്നെ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഞങ്ങളിങ്ങനെ നല്ലൊരു സ്പോട്ട് കിട്ടണം ഞങ്ങൾക്കൊന്ന് ഇരിക്കാൻ. അത് തേടിയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഞങ്ങൾ എവിടെ എത്തുന്ന അറിയില്ല കേട്ടോ. പോയി നോക്കട്ടെ. ഞങ്ങൾ വേറെ കുറേ അധികം ആൾക്കാരില്ലാത്തടത്ത് ഇരിക്കലാണ് ഞങ്ങൾക്കിഷ്ടം. അപ്പോൾ അവിടെ ആകുമ്പോൾ എല്ലാം വെള്ളത്തിൽ കളിക്കും ചെയ്യുക കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് ചെയ്യാൻ നോക്കിയപ്പോൾ ആണെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലം ഇപ്പോൾ അവിടെ എവിടെയും കാണാനില്ല. നടന്ന് നമ്മളെ ഉപ്പാട് പോകുകയെന്നല്ലാതെ എവിടെ നോക്കിയാലും ആൾക്കാർ. അപ്പോൾ അത്രക്കൊക്കെ തിരക്കുണ്ടാവും നമ്മൾ ഈ ഉണ്ണിയൽ ബീച്ചിൽ നിന്ന്. ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ട് പോയിട്ടോ. കാരണം ഞായറാഴ്ച അല്ലാത്ത ദിവസങ്ങൾ ഇത്ര ഉണ്ടാവലില്ല. അങ്ങനെ ആളായിരുന്നു. ഞങ്ങൾ തന്നെ അവിടെ എത്തിയപ്പോൾ ഒരു 5:30 ഒക്കെ ആവാനായിട്ടുണ്ടാവും കേട്ടോ. കാരണം അത്ര ലേറ്റായി ഇവരെ കാത്തു നിന്നിട്ടേ. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരഞ്ഞ് അവസാനം ഞങ്ങൾക്കൊരു സ്പോട്ട് കിട്ടി. എന്നാലും ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളൊരു സ്ഥലത്ത് ഞങ്ങൾ ഇരുന്ന്. ഞങ്ങളാണെങ്കിൽ എല്ലാ വെള്ളമൊക്കെ കൊണ്ടുവരുന്നു. കാരണം നല്ല നമ്മൾ കടപ്പുറത്താകുമ്പോൾ അങ്ങനെ കുറേ നേരം കളിക്കുകയാണെങ്കിൽ നമുക്ക് ചൂട് എടുക്കുമല്ലോ. പിന്നെ അവിടെ നിന്നൊക്കെ വെള്ളം മേടിച്ചെടുക്കും നല്ല പൈസ ആയിട്ടോ. എന്തെങ്കിലുമൊക്കെ മേടിക്കും ഞങ്ങൾ, ഐസ്ക്രീമോ അല്ലെങ്കിൽ ഉപ്പിലിട്ടതോ അങ്ങനെ എന്തെങ്കിലും. പക്ഷെ കൂടുതൽ വെള്ളം കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും മേടിക്കില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കൊണ്ടുവരുന്നത്. അതാണ് ബാഗൊക്കെ ഉള്ളത്. ഫോണ്, വെള്ളം, പിന്നെ ഇരിക്കാനുള്ളൊരു ഇതൊക്കെ കേട്ടോ. കാരണം വെള്ള ഡ്രസ്സുമാണ്. അപ്പോൾ എവിടെയെങ്കിലും പോയി ഇരിക്കണ്ടല്ലോ. അങ്ങനെ ഇരിക്കാനുള്ളൊരു ഇതൊക്കെ ഇട്ട് ഷോളൊക്കെ ഇട്ട് അങ്ങനെ ഞങ്ങൾ വെള്ളം ചവിട്ടാൻ തീരുമാനിച്ചിട്ടോ. അപ്പോൾ ഞാനും മോളും നേരത്തെയും കൂടിയിട്ടാണ് വെള്ളം ചവിട്ടാൻ വരുന്നത്. അപ്പോൾ തന്നെ ഉമ്മ പറയുന്നുണ്ട് വെള്ളത്തിൽ ഇതാക്കണ്ട, ഇറങ്ങണ്ട, കാലൊക്കെ അതാവില്ലേ, ചെരുപ്പ് തരുമ്പോൾ ഇഷ്ടമല്ല കേട്ടോ വെള്ളം ചവിട്ടണമെന്ന്. അങ്ങനെ ഉമ്മ അങ്ങനെ പറയുന്നുണ്ട്. എന്തിനാണ് അപ്പോൾ ഞങ്ങളാണ് ആകെ വരുന്നത്, നമ്മൾ ബീച്ച് വരുന്നത്, കടലിൽ വെള്ളം ചവിട്ടാനല്ലേ ആകെ ബീച്ച്, അല്ലെങ്കിൽ പിന്നെ രസമല്ലല്ലോ പറഞ്ഞിട്ട് ഞങ്ങൾ വന്ന്. ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട് അങ്ങനെ ഒരു പരിപാടി. ഞങ്ങൾ വെള്ളം കണ്ട് അപ്പോൾ വെള്ളം കാൽമക്ക് വരുന്നത് ഇങ്ങനെ വീഡിയോ എടുക്കും. നല്ല രസമാണ് കേട്ടോ. ചില വെള്ളം വരുമ്പോൾ അപ്പോൾ ഇങ്ങനെ വെള്ളം വരുന്നേ ഇല്ല. അതിനെ പറ്റി ഞങ്ങൾ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളെ 3 കാലുകളുണ്ട്, അത് 2 കാലുള്ളതെന്ന് കേട്ടോ. അപ്പോൾ അടുത്ത 2 കാലം കൂടി വേണമെന്ന് പറഞ്ഞിട്ട് ഓടും വന്ന്. പക്ഷെ നല്ല രസം കേട്ടോ. നമ്മൾ ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങൾക്ക് മടുക്കൂല കേട്ടോ. ബീച്ചിൽ പോയാൽ എത്ര പോയാലും നമ്മളിങ്ങനെ ഓരോന്ന് കണ്ടിരിക്കുക. പിന്നെ വെള്ളം വന്നു കേട്ടോ. കാലിൽ വെള്ളം വന്നപ്പോൾ കുറച്ചൊരു സമാധാനമായി. പക്ഷെ എനിക്ക് എന്തോ പോലെ കേട്ടോ. നമ്മളിങ്ങനെ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ കാലിൻ്റെ അടിയത്തെ മണ്ണ് പോകുമ്പോൾ ഒരു പേടി പോലെ കേട്ടോ. ചിലർക്കൊന്നും ഒരു പേടിയില്ലാതെ കടലിൻ്റെ നടുഭാഗം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ ഇറങ്ങിയിട്ടാണ് കളിക്കണം കേട്ടോ. എൻ്റെ മോളിങ്ങനെ പറയുന്നുണ്ട് അവിടെ പോയിക്കാന്ന്. പക്ഷെ എനിക്ക് പേടി. ഞാൻ അവളെയും വിടൂല, ഞാനും വിടൂല. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് പിന്നെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ മതി നിങ്ങളെ കളി, നമുക്ക് പോവാം. അമ്മാനെ ടിക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ കേട്ടോ. അമ്മക്ക് കടലിൽ കാണാൻ ഇഷ്ടമാണ്. പക്ഷേ അധികം ഇങ്ങനെ ടൈമൊന്നും സ്പെൻഡ് ആക്കണ ഇഷ്ടമല്ല. ആൾക്കാരൊക്കെ ഉണ്ടാവും. പിന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് എത്തണ്ട. അപ്പോൾ അതൊക്കെ ആയിട്ട് അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, വേഗം പോവാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പിന്നെ എന്തിനാ അമ്മ നമ്മൾ വന്നത്, ബീച്ചാകുമ്പോൾ കുറച്ച് വെള്ളം ചവിട്ടിയിട്ടും കളിച്ചിട്ടും ആസ്വദിച്ചിട്ടൊക്കെ വേണ്ട പോവാൻ. അങ്ങനെ അമ്മ പോണില്ല പറഞ്ഞു. ഉമ്മാനെ പിടിച്ച് കൊണ്ടുപോയി എടുത്തിയും മോളും കൂടെ പോയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കട്ടെ പറഞ്ഞിട്ടോ, ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. കാരണം ഞാൻ ലൈവ് ചെയ്യാൻ അവിടെ നിന്നിട്ട് ഞാൻ ലൈവ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇവർ ഉമ്മാനെ കൊണ്ടുപോയി വെള്ളം ചവിട്ടിച്ച്. പിന്നെ ഞങ്ങൾ ഒരു ഐസ്ക്രീം മേടിച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഐസ്ക്രീമും വാങ്ങി. ഞങ്ങൾ പിന്നെ അവിടെ അധികം ഇരുന്നിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങി, ഞങ്ങൾ കഴിച്ചുകൊണ്ട് അങ്ങനെ എല്ലാം കൂടെ പോയിട്ടോ. അപ്പോൾ ശരിക്കും ഇങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഉള്ള പോലെ എന്തൊക്കെ എടുത്താണ്. കാരണം അമ്മയും അടുത്തൊക്കെ ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ പറയുന്നത് ഞങ്ങളെ കാണരുത് കേട്ടോ വീഡിയോയിൽ, നിങ്ങളെ കാണിച്ചോ, ഞങ്ങളെ കാണരുതെന്ന് പറയുന്നുണ്ട്. അവർ നമ്മൾ കൂടെ നിൽക്കുമ്പോൾ പിന്നെ നമ്മളങ്ങനെ വീഡിയോ എടുക്കും, ഇങ്ങനെയൊക്കെ അല്ലേ പറ്റൂ. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഇതിന് തന്നെ സമയം ടൈം ആയിട്ടുണ്ട് കേട്ടോ. സമയം എന്ന് വെച്ചാൽ ബാങ്കൊക്കെ കൊടുക്കുന്ന നേരമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ പോരാന്ന് നിന്ന്. കാരണം ആൾക്കാരിരിക്കുന്നത് നോക്കണ്ട. അപ്പോൾ ഞങ്ങൾക്ക് സ്വന്തം വണ്ടിയായിട്ട് പോയതല്ലല്ലോ. അപ്പോൾ വണ്ടി ഇല്ലാത്ത കാരണം പിന്നെ നിന്നാൽ പണി കിട്ടുമെന്ന് അറിയാം കേട്ടോ. അത് കാരണം ഞങ്ങൾ പിന്നെ പോകുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ അവൾ പിസ്തൻ്റെ കേട്ടോ വാങ്ങിയത്. അപ്പോൾ ഞങ്ങളതിന്നും ടേസ്റ്റ് നോക്കിയേട്ടോ. ഞങ്ങൾ പിന്നെ ഞങ്ങൾ തിരിച്ച് പോകുന്നു കേട്ടോ.